Say hi to Apapa. കാരണം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. എന്റെ അങ്ങനെ പോയി, ഞാൻ ഒറ്റയ്ക്ക്, ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. നടനും സർവോപരി BJPയുടെ കരുത്തുറ്റ പോരാളിയുമായ കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ പ്രിയ പത്നി സിന്ധു കൃഷ്ണ, സ്വന്തം അമ്മയെ നോക്കാൻ കഴിവില്ലാത്ത സിന്ധു കൃഷ്ണ, അങ്ങനെ തന്നെ വേണം ഇപ്പോൾ സിന്ധു കൃഷ്ണയെ വിശേഷിപ്പിക്കാൻ. നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല, ഒരു 3-4 മാസം കൂടുമ്പോഴത്തേക്ക് ഈ ഒരു കൃഷ്ണകുമാറിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ ഏറ്റവും ഇളയ പുത്രി നമ്മുടെ ഹൻസുവിന്റെ ഒരു ചെറിയ കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിലൂടെ അത്യാവശ്യം കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് 1-2 മാസമേ ആയുള്ളൂ. ഇപ്പം സ്വന്തം അമ്മയെ നോക്കുന്നില്ല സിന്ധു കൃഷ്ണ എന്നും പറഞ്ഞാണ് പുതിയ കോൺട്രവേഴ്സി. ചേട്ടാ, എന്തുവാടേ ഇത്? ഈ കുടുംബം യൂട്യൂബ് മൊത്തത്തിൽ അങ്ങ് തീരെഴുതി എടുത്തിരിക്കുവാണോ? പ്രിയപ്പെട്ടവരെ, കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സ് ഉണ്ട്, രേഖപ്പെടുത്തുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും മടിക്കാതെ ക്ലിക്ക് ചെയ്യണേ. ഇനി കാര്യത്തിലേക്ക് വരാം. തൻവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മകൾ കാനഡയിലാണ്. അവർ കഴിഞ്ഞ ദിവസം എന്നൊന്നും പറയാനില്ലേ, കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ്, അതായത് ഇന്നത്തെ ദിവസം തന്നെ രാവിലെ അവരുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അവരിപ്പോൾ നാട്ടിലുണ്ട്. അവർ നാട്ടിൽ വരാനുള്ള കാരണമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ആ വീഡിയോയിൽ നിന്ന് വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: സിന്ധു കൃഷ്ണ അവരുടെ സ്വന്തം അമ്മയെ മര്യാദയ്ക്ക് നോക്കുന്നില്ല. അവരുടെ അച്ഛൻ മരിച്ചുപോയി, ആ അച്ഛനെ മര്യാദയ്ക്ക് നോക്കിയിട്ടില്ല. കൊച്ചുമകളായിട്ടുള്ള ഈ തൻവി, അവരെ കാനഡയിലാണ്, അവരെ വിളിച്ച് രാവിലെയും വൈകിട്ടും വിളിച്ച് ആ പ്രായമായ അച്ഛനും അമ്മയും, അതായത് ആ പെൺകുട്ടിയുടെ അപ്പൂപ്പനും അമ്മുമ്മയും ഒരുപാട് കരയുമായിരുന്നു. അപ്പൂപ്പൻ മരിച്ചു, ഇപ്പം അമ്മുമ്മ ഒറ്റയ്ക്കായി. അമ്മുമ്മയും വിളിച്ച് സ്ഥിരം കരച്ചിലാണ്. അവസാനം ആ പെൺകുട്ടി അവിടുന്ന് നാട്ടിലേക്ക് വന്നു. ഇപ്പോൾ അമ്മുമ്മയുടെ കൂടെ ഉണ്ട്. ആ അമ്മുമ്മയുടെ ഒരു വീഡിയോ കോളൊക്കെ ഈ തൻവി കാണിക്കുന്നുണ്ട്. അതിൽ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സിന്ധു കൃഷ്ണ എന്ന് പറയുന്നവരൊന്നും തിരിഞ്ഞു പോലും നോക്കാറില്ലെന്ന് തോന്നുന്നു. ഈ അഹാനയാണെന്ന് തോന്നുന്നു, മൂത്ത പുത്രി. അവരെപ്പോഴും ഈ അമ്മുമ്മയായിട്ടൊക്കെ വീഡിയോ വ്ളോഗ് ചെയ്തത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഒക്കെ ചെയ്യാനും മാത്രം ആ ഒരു ടൈമിൽ മാത്രം മതിയല്ലേ അപ്പൂപ്പനും അമ്മുമ്മയൊക്കെ? അതല്ലാതെ വലിയ മൈൻഡൊന്നും ഇല്ലല്ലേ അവരെ? അല്ല, നിങ്ങളുടെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കിട്ടുന്ന വീഡിയോയിൽ നിന്നൊക്കെ അതാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ പോലെ എപ്പോഴും ഈ അപ്പൂപ്പനെ അമ്മുമ്മയും, എന്തിനാ സ്വന്തം അച്ഛനെ അമ്മയും ഇന്ന് നമുക്ക് ഒരു പരിധിക്കുള്ളിൽ നോക്കാൻ പറ്റാത്തൊരു കാലത്തിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ കാര്യം നോക്കി പോയിട്ട് ആ സമയത്ത് അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ അപ്പൂപ്പനെ അമ്മുമ്മയൊക്കെ നോക്കുന്ന വളരെ കുറവാണ്. ഈ തൻവി എന്ന് പറയുന്ന പെൺകുട്ടിയൊക്കെ അതിന് എന്തായാലും മുതിർന്നിറങ്ങി വന്നല്ലോ നാട്ടിൽ. അവിടുത്തെ ജോലിയൊക്കെ തൽക്കാലത്തേക്ക് വേണ്ടാന്ന് വെച്ചിട്ട് വലിയ കാര്യം തന്നെയാണ്. അതൊക്കെ പൊക്കോട്ടെ. കൊച്ചുമക്കൾ ഇപ്പൊ അഹാനയാണെങ്കിലും ഇഷാനി, ദിയ, അവരൊന്നും അപ്പൂപ്പനെ അമ്മൂമ്മ നോക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് ഇറ്റ്, അത്ര ഞാൻ പറയുള്ളൂ. സ്വന്തം മകൾ സിന്ധു കൃഷ്ണ, അല്ല, ഇതിനും ഇനി അടുത്ത ന്യായീകരണം കൊണ്ട് വരുമായിരിക്കും. ഇത് പറഞ്ഞവരോ അല്ലെങ്കിൽ ഇത് ചോദിച്ചവരോ ഒക്കെ വലിയ കുറ്റക്കാര്, നിങ്ങൾ മാത്രം സൂപ്പർ. അല്ല, ഇത് സ്ഥിരം നമ്മൾ കുറേ ആയിട്ട് കാണുന്നത്, അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത്. എന്താണെങ്കിലും തൻവി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അത് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ എന്തിനാ ഇപ്പം മെറ്റേണിറ്റി ലീവിൽ ഇവിടെയൊക്കെ വന്നത്? ശരിക്കും ഞാൻ എന്താണ് വന്നതെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ 2 വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ പാർട്ട് 1 ആയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 എന്ന് വെച്ചാൽ, എന്നെ കുഞ്ഞിലെ മുതലേ എൻ്റെ അപ്പൂപ്പൻ അമ്മൂമ്മയാണ് വളർത്തിയത്. അപ്പോൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് അപ്പൂപ്പൻ അമ്മൂമ്മ എന്നോട് മക്കളെ വാ നമുക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, ഓക്കെ, അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പനുണ്ട്, അപ്പൂപ്പൻ അമ്മൂമ്മയുണ്ട്. പിന്നെ കഴിഞ്ഞ 1 വർഷം അപ്പൂപ്പന് ഹോം നേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ അവർക്ക് വീട് തൂത്ത് തുടയ്ക്കാൻ ആളുണ്ടായിരുന്നു. അപ്പം ഞാൻ മാസം അങ്ങോട്ട് പൈസ അയച്ചു കൊടുക്കുമായിരുന്നു ഇതിൻ്റെ ഒക്കെ ചിലവിന് വേണ്ടിയിട്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. കാരണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കണമായിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ടല്ലേ യുജുവായിട്ട് വീണ്ടും അടുത്തത്. അപ്പോൾ അതുവരെ എന്നെക്കൊണ്ട് വീട്ടിലെ കാര്യങ്ങളും അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അയക്കുമായിരുന്നു. പിന്നെ ഈ
ഹോം നേഴ്സിനല്ല വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ അയക്കുമായിരുന്നു. ബാക്കി കേൾപ്പിക്കാം. കൊച്ചുമകളാണ്. നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നല്ല കാര്യം. ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിനെ ഞാൻ ആദ്യമേ തന്നെ ഒന്ന് പ്രശംസിക്കുന്നു. കാരണം ഇന്ന് ഭൂരിഭാഗം ആളുകളും ചെയ്യാത്തൊരു കാര്യമാണ്. ചെയ്യുന്നവരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചെയ്യുന്നവർ സ്വന്തം അപ്പൂപ്പനെ അമ്മൂമ്മയെ ഒരുപാട് സ്നേഹിച്ച് അവർക്ക് മാസം പൈസ കൊടുക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷെ കുറവായിരിക്കും. ഈ പെൺകുട്ടി അത് ചെയ്യുന്നുണ്ട്, നല്ല കാര്യം. പക്ഷെ ചോദിക്കാനുള്ളത്, അവരുടെ സ്വന്തം മോളില്ലേ സിന്ധു കൃഷ്ണ, പിന്നെ ഈ തൻവിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, അതിനകത്തൂടാണ് അവരിരുന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ ഈ അഹാനയുടെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഇവരെ. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ അമ്മയെ പറ്റി എനിക്കറിയില്ല, അവരൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല അവരുണ്ടോ ഇല്ലയോ എന്ന്. വോട്ടവർ എന്താണെങ്കിലും സിന്ധു കൃഷ്ണ ഉണ്ടല്ലോ, അവരുടെ അമ്മയല്ലേ, അത്യാവശ്യം പൈസയൊക്കെ ഇല്ലേ സിന്ധു കൃഷ്ണയ്ക്കാണെങ്കിലും. സ്വന്തം ഭർത്താവിനോടോ മക്കളോടോ ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. സ്വന്തം അമ്മയുടെ അവിടെ നിൽക്കുന്ന വേലക്കാരികൾക്കും അല്ലെങ്കിൽ വേലക്കാരനും അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ്റനൻസിനും ഒക്കെ കൊടുക്കുന്നുണ്ടോ അറിയത്തില്ല. അല്ല, അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊച്ചുമോള് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, ഉണ്ടോ? അല്ല, കൊടുക്കുന്നവർ കാണും. പക്ഷേ ഈ പെൺകുട്ടി ഇവിടെ പറയുന്നതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അവിടെ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത് ഇവരാണ്. അല്ല, അവിടെ ഈ ഹോം നേഴ്സൊക്കെ അപ്പൂപ്പനെ നോക്കാനുണ്ടായിരുന്നു എന്ന് പറയുന്നു. സിന്ധു കൃഷ്ണ, ഹോം നേഴ്സ് ഓക്കെ, അവരെ നിങ്ങളുടെ കൂടെ കൊണ്ട് നിർത്താമായിരുന്നല്ലോ. അത്രേ ചോദിക്കുന്നുള്ളൂ. നിങ്ങളുടെ കൂടെ നിർത്തുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഇത്രയും പ്രായമായവരല്ലേ, അല്ലെങ്കിൽ ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് അവിടെ പോയി നിൽക്കാലോ. കാരണം നിങ്ങളുടെ വീട്ടിൽ മൊത്തവും പെൺകുട്ടികളാണ്, നിങ്ങൾക്ക് ഒരു കൊച്ചുമകനുണ്ട്, ഇപ്പോൾ ഉണ്ട്, അപ്പം അവനെ നോക്കണം എന്നുള്ള നോർമൽ റീസൺ ഒന്നും വേണ്ട. കാരണം അവർ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. ഓക്കെ, സ്വന്തം അമ്മയൊക്കെ ഇടയ്ക്ക് പോയി നോക്കാമായിരുന്നല്ലോ. അല്ല, അങ്ങനെ നിങ്ങൾ നോക്കുന്നില്ല എന്ന് നിങ്ങളുടെ അമ്മ തന്നെ പറയുന്നുണ്ട്. അതൊക്കെ കേൾപ്പിക്കാം, നമുക്ക് ബാക്കി കാണാം. അപ്പോൾ അവരുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിൽ ഞാൻ പിന്നെ അവരെ വിളിക്കുമ്പോൾ വരാം ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു. അവസാനം ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് അപ്പൂപ്പൻ, മക്കളെ നീ വരുന്നില്ലേ, മക്കളെ നീ എപ്പോൾ വരും. അപ്പം ഞാൻ അപ്പൂപ്പ ചുമ്മാ അപ്പൂപ്പ, ഞാൻ എന്തായാലും ഇനി കൊച്ചു ജനിച്ച് കുറച്ച് മാസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം. നിങ്ങൾക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുണ്ടല്ലോ. അത് മാത്രമല്ല, ഈ ജോലിക്ക് വരുന്ന ആൾക്കാരും സ്ഥിരം നിൽക്കുന്നില്ലായിരുന്നു. നമ്മുടെ ഇച്ചിരി വലിയ വീടാണ്, അവിടെ ഒരു 5 ബെഡ്റൂമുള്ള വീടാണ്. അപ്പോൾ അതെല്ലാം മൊത്തവും ഡെയിലി വൃത്തിയാക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്ഥിരം ആൾക്കാർക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതല്ല എങ്കിൽ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാണും. ലൈക്ക് അവർക്ക് കുറച്ച് കഴിയുമ്പോൾ നിന്ന് ഒരാളുടെ അമ്മയ്ക്ക് വയ്യാതെയായി, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാലും ഞാൻ അപ്പൂപ്പനോട് പറയും അഡ്ജസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ അവസാനം എൻ്റെ വളകാപ്പിൻ്റെ തലേ ദിവസം വരെ അപ്പൂ പറഞ്ഞു, മക്കളെ നീ എന്ന് വരും, നീ വന്ന് വരും. ഞാൻ വരാം അപ്പൂപ്പ, ടിക്കറ്റൊന്നും എടുത്തില്ല, നീ സമയമുണ്ടല്ലോ, എന്തിനാ നിങ്ങൾ കിടന്നെ ചുമ്മാ ഇപ്പോഴേ വിളിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് വരെ പറഞ്ഞ്. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അറിയുന്നത് അപ്പൂപ്പൻ ഇങ്ങനെ മരിച്ചു പോയെന്ന്. അതും കൂടെ അറിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര റിഗ്രറ്റായിരുന്നു. കാരണം എന്നെ അവരാണ് വളർത്തിയത്. അപ്പോൾ അവർ അവസാനം എന്നെ 1-2 വർഷം നീ വാന്ന് വിളിച്ചിട്ട് ഞാൻ വന്നില്ല. കാരണം ഞാൻ പൈസ ഉണ്ടാക്കുന്നു, എനിക്കിങ്ങനെ കുറേ പൈസ ഉണ്ടാക്കുന്നു, എനിക്ക് അവിടെ ക്യാൻറ്റീനിലൊരു വീട് വെക്കണം, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പരിപാടി, പ്ലാനും. അപ്പോൾ അവരെ വീട് വെക്കണം എന്തിനാന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്ന ഒരു ചെറിയ 2 അപ്പാർട്ട്മെൻറ്റ് ഹൗസായിരുന്നു. അത് നിങ്ങൾ 2 വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബാക്കി കേൾപ്പിക്കാമേ. ഇവിടെ മക്കളെയും കൊച്ചുമക്കളെയും ഒന്നും ഒരു പരിധിയിൽ കൂടുതൽ നമുക്കങ്ങോട്ട് കുറ്റം പറയാനും പറ്റത്തില്ല. പക്ഷേ സിന്ധു കൃഷ്ണയെ നമുക്ക് കുറ്റം പറയാം. അത് വേറൊന്നും കൊണ്ടല്ല, സിന്ധു കൃഷ്ണ ആയതുകൊണ്ടല്ല. പ്രത്യേകിച്ച് വേറെ ജോലിയോ വലുതായിട്ട് അവർക്ക് ലൈക്ക് അവരുടെ ഒരു കൊച്ചുമോനൊക്കെ ആയിട്ട് അവർ പോകുന്ന ആ ഒരു ടൈമാണ്. എന്ന് വെച്ചിട്ട് അവർക്കും പ്രായമായി സ്വന്തം അച്ഛനെയും അമ്മയും അങ്ങോട്ട് എടുത്ത് പൊക്കി നോക്കാനൊന്നും അവരെ കൊണ്ട് പറ്റില്ല. പക്ഷെ കൂടെ നിർത്തി ഒരു ഹോം നേഴ്സിനെയൊക്കെ നിർത്തി ഒന്നും വേണ്ട, ദിവസം അവരുടെ കൂടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞാൽ അത്രയും പ്രായമുള്ള അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു ആശ്വാസമാവത്തില്ലേ? അത് മാത്രം ചെയ്താൽ മതി. പിന്നെ ഇപ്പം ഈ ജോലിക്കൊക്കെ പോകുന്ന മക്കളാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും അവരുടെ അടുത്ത ജനറേഷന് വേണ്ടി കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവരോട് കാശുണ്ടാക്കണ്ട, വീട്ടിൽ വന്ന് കുത്തിയിരിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ സാധനം വേണം അറ്റ് ലാസ്റ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും. ഇപ്പോൾ ചില മക്കൾ അച്ഛനമ്മമാരെ നോക്കാതെ വിദേശത്ത് പോയി കിടക്കുന്നു. മക്കളെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? കാരണം അവരവിടെ പോയി കിടന്ന് പണിയെടുത്താലേ അച്ഛനമ്മമാർക്ക് കൊടുക്കാനും പറ്റുള്ളൂ, അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിനും വേണം. അതുകൊണ്ട് അതിനെ നമുക്കൊരു പരിധി കൂടുതൽ തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, സിന്ധു കൃഷ്ണയുടെ കേസിൽ വീട്ടിലിരിക്കുകയാണ്, പ്രത്യേകിച്ച് വേറെ ജോലിയൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. മക്കളെല്ലാവരും അത്യാവശ്യം നല്ല കാശുണ്ടാക്കുന്ന ടീമുകൾ തന്നെയാണ്. അമ്മയും അത്യാവശ്യം കാശുണ്ടാക്കുന്നുണ്ട് ഇല്ലേ, സിന്ധു കൃഷ്ണയും. അപ്പം സ്വന്തം അച്ഛനെയും അമ്മയും 2 ദിവസം കൂടുമ്പോൾ പോയി കാണാലോ.
അല്ല കാണേണ്ടതാണ് അല്ലേ? അതവർ ചെയ്യുന്നില്ല എന്ന് ഇനി മുന്നോട്ട് പോകുന്ന ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാണും. അത് ഇൻകം മറ്റേ ലോ ഇൻകം ആയിട്ടുള്ള ഞാൻ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കയറിയ ബിൽഡിങ്ങാണ്. അപ്പോൾ അവരെ കൊണ്ടുവരണമെങ്കിൽ സൂപ്പർവൈസറെയും കൊണ്ടുവരണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ പൈസ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ സേവ് ചെയ്ത് ഇതൊക്കെ ചെയ്ത് അവരെ കൊണ്ടുവരാൻ നോക്കിയപ്പോഴത്തേക്കും അപ്പൂപ്പൻ മരിച്ചു. അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇടാം. അമ്മൂമ്മ വിളിക്കുന്നുണ്ട്. അമ്മൂമ്മ എന്താണ്ട്? പാക്കിങ് ഒരാള് കുഞ്ഞുവാവ ഉറങ്ങുവാ. പിന്നെ ടിഷ്യൂ ഒന്ന് കേട്ടെ. ലിയാന ഡേ കെയറിൽ പോയി. എന്താണ് ഞാൻ ഡേറ്റ് പറയല്ലേ? ഡേറ്റ് ഒന്നും ആരോടാ പറയല്ലേ? ഞാൻ എന്തായാലും ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായില്ല. അങ്ങനെ നമ്മൾ വരുമ്പോ അമ്മൂമ്മ വിചാരിക്കും പണ്ടാരം എല്ലാം കെട്ടിയെടുത്തോണ്ട് വന്നു. ഇത്ര നാൾ സമാധാനം ഉള്ളത് ഞാൻ ഇപ്പഴാണ് അറിഞ്ഞതെന്ന്. എല്ലാ മക്കളെ എന്തായിരുന്നാലും എന്റെ അപ്പൂപ്പൻ പോയി അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കായി. എനിക്ക് ആരെടുത്തരും ഇല്ല. ഇപ്പൊ ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജോലിക്ക് വരുന്ന ആൾക്കാരും നേരെ നിക്കുന്നില്ല. അതാണ് അമ്മൂമ്മയ്ക്കുള്ള ബുദ്ധിമുട്ട്. അല്ലാതെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരും ഇല്ല. ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. അത് കാരണം ഇപ്പൊ എനിക്ക് ഇത്രയും BP കൂടി, ഹൈ BP ആണ്. അത്രയ്ക്ക് വയ്യാതെയാണ് മോനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വരട്ടെ, ഞാൻ വന്നിട്ട് വേണം അമ്മൂമ്മേനെ കൊണ്ട് രാവിലെ എക്സസൈസ് 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീച്ച് നമ്മള് ബാക്കി കേൾപ്പിക്കാം. ആ അമ്മൂമ്മ പറയുന്നത് നിങ്ങൾ കേട്ടോ. എന്നെ ഒന്ന് ഫോൺ വിളിക്കാൻ പോലും ഞാനല്ല പറയുന്നത്. സിന്ധുകൃഷ്ണ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാനല്ല പറയുന്നത്, നിങ്ങളുടെ അമ്മയാണ് പറയുന്നത്. അവരെ ഒന്ന് ഫോൺ വിളിക്കാൻ പോലും ആരുമില്ല എന്ന്. കൊച്ചുമക്കളുണ്ടല്ലോ അവിടെ നാട്ടിൽ, കുറച്ച് കൊച്ചുമക്കൾ 3-4 എണ്ണം. ആ കൊച്ചുമക്കളിൽ തന്നെ മക്കളായ ടീമുകളൊക്കെ ഇല്ലേ? വല്ലപ്പോഴും ഒന്ന് പൊക്കൂടെ? പോകുമ്പം മറ്റേ ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അമ്മമ്മ നോക്കിക്കേ തിരുത്തേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ? കഷ്ടം. ഞാനല്ല ഇതൊന്നും പറയുന്നത്, ആ അമ്മ തന്നെയാണ് ആ പറയുന്നത്, ആ അമ്മൂമ്മ തന്നെയാണ് പറയുന്നത്. ഒന്ന് വിളിക്കാറ് പോലുമില്ല. സിന്ധുകൃഷ്ണ ഇതിനെന്തായിരിക്കും ഇനി മറുപടി പറയാൻ പോകുന്നത്? ഓ അമ്മയ്ക്ക് പ്രായമായിപ്പോയി, ഓർമ്മക്കുറവാണ് എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇനി വരാൻ പോകുന്നത്. എവിടെ വരാനല്ലേ? മൈൻഡ് പോലും ചെയ്യത്തില്ല. എന്തിന്? നമ്മളൊക്കെ സാധാരണക്കാര്, ലോക്കൽ വല്ലോൻ്റെയൊക്കെ കണ്ടന്റ് എടുത്ത് സംസാരിക്കുന്നവര്. നിങ്ങൾ മാത്രം മറ്റേ വലിയ കണ്ടന്റ്, റംബൂട്ടാൻ കണ്ടന്റ് കാണിക്കുന്നവര്. ബാക്കി കേൾക്കാം. CPT നടക്കാൻ പോവും, ഓടാൻ പോവും. ഞാൻ എനിക്ക് അവളെന്നെ എണീപ്പിക്കും. അല്ല മക്കളെ, നിങ്ങളെയൊക്കെ കാണുമ്പോ ഒരുപക്ഷെ എന്റെ BP ഒക്കെ കുറഞ്ഞു കിട്ടുമെന്ന്, കുഞ്ഞുങ്ങളെ കാണുമ്പോ കുറഞ്ഞു കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ കുറഞ്ഞു കിട്ടും. നമ്മള് വരുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അമ്മൂമ്മ വിഷമിക്കണ്ട. ഓക്കെ? എന്തായാലും കുഞ്ഞിനെ കാണാൻ നോക്ക്. കാത്തിരുന്ന് പോയടാ. അമ്മൂമ്മയാണ് നമ്മള് വല്ലപ്പോഴും ഒരു സിനിമയ്ക്ക് പോകുമ്പോ അമ്മൂമ്മയാണ് അവിടെ നോക്കേണ്ടത്. അതൊക്കെ ഞാൻ നോക്കും. ഓക്കെ, മതി. അവര് പിന്നെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പറയുന്നതാണ്. അതൊന്നും കേൾക്കേണ്ട കാര്യം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു കോറിലുള്ളൊരു കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഞാനത് ബാക്കി കേൾപ്പിക്കാത്തത്. അമ്മ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. പക്ഷെ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ ഒരു സങ്കടം, വിളിക്കാൻ പോലും അവരുടെ ഭർത്താവ് മരിച്ചുപോയി. ഇപ്പം ഈ തൻവി ആണെങ്കിലും അവരിവിടെ ആയിരുന്നു. ആ അപ്പൂപ്പനൊക്കെ കുറേ നാൾ വിളിച്ചു, പോകാൻ പറ്റിയില്ല. അമ്മൂമ്മ ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല. മനസ്സിലായോ? തൻവി നാട്ടിലുണ്ടിപ്പോൾ, തിരിച്ചു പോകും. തിരിച്ച് ചിലപ്പോൾ പോകും. ഇല്ലെങ്കിൽ അമ്മൂമ്മയെ നോക്കാൻ പ്രോപ്പറായിട്ടൊരു ഹോം നേഴ്സിനെ, വീട്ടിലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കുന്ന ഒരാളെ കിട്ടിയാൽ അപ്പോൾ അവർ തിരിച്ചു പോകും. ഇല്ലെങ്കിൽ അവർ തന്നെ നാട്ടിൽ നിൽക്കും. കൊച്ചുമകളാണേ, അവർക്ക് അറ്റ്ലീസ്റ്റ് അതൊക്കെ പറയാനെങ്കിലും ഉള്ളൊരു മനസ്സുണ്ടല്ലോ. സ്വന്തം മകൾ. തൻവിയുടെ കമൻറ്റ് ബോക്സ്, ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് മൊത്തം ഓഫ് ചെയ്തു തൻവി. കാരണം എല്ലാം സിന്ധുകൃഷ്ണയ്ക്കുള്ള കൊട്ടാണ്. തൻവി ഇവിടെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയത് കൊണ്ടാന്ന് തോന്നുന്നു നമ്മുടെ സിന്ധുകൃഷ്ണ ഏറ്റവും അവസാനം ഇട്ടിരിക്കുന്ന വീഡിയോ അടിയിലും പോയി ആൾക്കാർ നല്ല പൂരപ്പാട്ട് നടത്തുന്നുണ്ട്. മനസ്സിലായില്ലേ? നാട്ടുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം സിന്ധുകൃഷ്ണയുടെ അമ്മ തന്നെയാണ് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ ഒരു പോർഷൻ കൂടെ നിങ്ങൾ കണ്ടു. അവസാനം ഞാനിപ്പോൾ മെറ്റേണിറ്റി ലീവ് ടൈം നോക്കി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുക. എന്നെ കൊണ്ട് ഇവർക്ക് പറ്റുന്ന ഒരു ഹോം നേഴ്സും
അല്ലെങ്കിൽ പറ്റുന്ന ഒരു സ്ഥിരം നിൽക്കാൻ പറ്റിയ ഒരു ജോലിക്ക് നിൽക്കുന്ന ഒരാളെ ഏർപ്പാട് ചെയ്ത് ഞാൻ വന്നപ്പോൾ ഈ വീട് എൻ്റെ പൊന്നെ, ഈ വീട് മൊത്തവും കുളമായിരുന്നു. കുളമെന്ന് വെച്ചാൽ എനിക്ക് വീട് കണ്ടപ്പോൾ തല കറങ്ങുക. അമ്മാതിരി സാധനങ്ങളാണ് കൂട്ടി 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 വെച്ചേക്കുന്നത്. ഇതൊന്നും നമുക്ക് വൃത്തിയാക്കാൻ ഒരു ദിവസം പോലും വൃത്തിയാക്കി തീർക്കാൻ പറ്റത്തില്ല. ഞാൻ അതേപോലെ മാനേജ്മെൻറ്റ് ലെവൽ ജോലിയാണ് വിട്ടിട്ട് വന്നത്. യോജി ഒരു ലിക്കർ സ്റ്റോറിൽ സൂപ്പർവൈസറായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഇതെല്ലാം നമുക്ക് ഒരുമിക്കാമെന്ന് പറഞ്ഞപ്പോൾ യോജി അതും വിട്ടിട്ട് വന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടുപേരും അമ്മൂമ്മ കരയുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം, ഞാനും ഇരുന്ന് കരയും. എൻ്റെയും കരച്ചിൽ കണ്ടിട്ട് യോജി പറഞ്ഞു ഓക്കെ, തൽക്കാലത്തേക്ക് നമുക്ക് ഇന്ത്യയിലേക്ക് മാറാം. ഇന്ത്യയിലേക്ക് മാറിയിട്ട് അമ്മൂമ്മയുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കാം. അഥവാ അമ്മൂമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ നിൽക്കും. അതാണ് പ്ലാൻ. അപ്പോൾ എല്ലാ കമൻസ് നല്ല കാര്യം. അങ്ങനെ ഒരു മനസ്സ് പറയാനെങ്കിലും കാണിച്ചല്ലോ, അത് നല്ലൊരു കാര്യമാണ്. ഇന്ന് ഇക്കാലത്ത് എല്ലാവർക്കും ഒന്നത് പറയാനോ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാനോ ഒന്നും പറ്റില്ല. കാരണം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണ്ടേ. ആ ഒരു ആഗ്രഹമുള്ളപ്പോൾ ആരും അങ്ങനെ നിൽക്കില്ല. ചിന്തുകൃഷ്ണ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാനതാ പറഞ്ഞത്. നാളെയോ മറ്റന്നാളോ ആയിട്ട് ചിലപ്പോൾ വന്നേക്കാം, അവൾ സ്വത്തടിച്ചു മാറ്റാൻ വന്നയാ, ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. പറയാൻ പറ്റില്ല. സിന്ധുകൃഷ്ണയാണ് ഈ ടീം. എന്തൊക്കെയാണെങ്കിലും ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കാനൊന്നും നിൽക്കുന്നില്ല. പറ്റുന്ന പോലെ എല്ലാവരും നമ്മുടെ മുതിർന്ന ആളുകളെ പറ്റുമെങ്കിൽ നോക്കുക, അത്രയേ ഉള്ളൂ. അവരും മനുഷ്യന്മാരാണ് എന്ന് വെച്ചിട്ട് പൈസ ഉണ്ടാക്കാതിരിക്കണം, അവരുടെ കൂടെ തന്നെ നിന്നിട്ടും കാര്യമൊന്നുമില്ല. പൈസ സൈഡിൽ കൂടെ വേണം, അതാണ് മെയിൻ. അതില്ലെങ്കിൽ ഇതൊന്നുമില്ല. അതും കൂടെ മനസ്സിലാക്കണം നമ്മൾ. പിന്നെ ഇന്നത്തെ കാലത്ത് ഈ ഹോം നേഴ്സിനെയൊക്കെ കിട്ടും, പക്ഷേ വീട് വൃത്തിയാക്കാനൊന്നും പ്രോപ്പറായിട്ടുള്ള ആളുകളെ ഒന്നും കിട്ടത്തില്ല. കുറച്ച് പാടാണ്. കാരണം ഇന്ന് ഇല്ല. എല്ലാവരും ഇന്ന് ടോപ്പ് ലെവൽ ജോലിയിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. താഴെ ഈ ഇതുപോലുള്ള ഹോം നേഴ്സിനെ പിന്നെയും കിട്ടും, പക്ഷേ വീട് പണിക്കൊക്കെ കൂടുതലും ബംഗാളികളൊക്കെ ഉള്ളൂ. പിടിച്ചു നിർത്തിയിട്ട് പോകാൻ പറ്റുമോ വിശ്വസിച്ചിട്ട്? ആ മുത്തശ്ശിയുടെയൊക്കെ കാര്യം എന്താവുമെന്ന്. സിന്ധുകൃഷ്ണ, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ അമ്മയെ നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു വാടകയ്ക്ക് ഒരു വീട് വല്ലതും എടുത്തിട്ട് അവിടെ ഒരു ഹോം നേഴ്സിനെ നിർത്തിയാൽ പോരെ. എന്നിട്ട് നിങ്ങളൊന്ന് പകലൊക്കെ ഒന്ന് പോയി വല്ലതൊക്കെ വെച്ചുണ്ടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്തുകൂടെ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരുന്ന ജോലിക്കാർ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് ഇച്ചിരി അങ്ങോട്ട് കൊണ്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തുകൂടെ? വിളിച്ചിട്ട് ഒന്നും വേണ്ട, വല്ലപ്പോഴും വിളിച്ചുകൂടെ? അവരെ വിളിക്കുന്നില്ല എന്ന് അവർ തന്നെയാണ് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.